ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിട്ടൂസ് വ്ളോഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ആപ്പ് പരിചയപ്പെടുത്തലാണ്. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിനായി നമുക്ക് പ്ലേ സ്റ്റോർ ആപ്പ് ഓപ്പൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ നമുക്ക് സെർച്ച് ബാറിൽ നമുക്ക് വേർ ഈസ് മൈ ട്രെയിൻ എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊരു പ്ലാറ്റ്ഫോം വരും. അതിൽ രണ്ടാമത്തത് വേർ ഈസ് മൈ ട്രെയിൻ എന്നത് ഇപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഓപ്പൺ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാത്തവരാണെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യാം. അതിനുശേഷം ഓപ്പൺ എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ആ ആപ്പ് ഓപ്പൺ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഇപ്പോൾ ഞാനിത് ലോഗിൻ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ലോഗിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇടത് ഭാഗത്ത് ഒരു 3 ലൈന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഭാഷ എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാംഗ്വേജസ് ഒരുപാട് കാണാം. നമുക്ക് വേണ്ട ലാംഗ്വേജ് ഇപ്പം ഇവിടെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് മലയാളം എന്ന് സെർച്ച് ചെയ്യാണ്. മലയാളം എന്ന് ചൂസ് ചെയ്തിട്ടുണ്ട്. സബ്മിറ്റ് ചെയ്യാം. ആ സമയത്ത് നമ്മൾ ചൂസ് ചെയ്ത ആ ലാംഗ്വേജ് ചില ഭാഗങ്ങളായിട്ട് വന്നിട്ടുണ്ടാവും. ഏറ്റവും മേലെ വേർ ഈസ് മൈ ട്രെയിൻ എന്നുള്ളതും അതുപോലെ തന്നെ PNR എന്നുള്ളതും ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഷൊർണൂർ ജംഗ്ഷൻ എന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ VNB എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിലൊരു അക്ഷരം കൂടെ അതിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്ത് വീണ്ടും VNB ടൈപ്പ് ചെയ്യുന്ന സമയത്ത് വാണിയമ്പലം കിട്ടി. ഇപ്പോൾ ഞാനിവിടെ ഷൊർണൂർ ജംഗ്ഷൻ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. അതിന് താഴെ ട്രെയിനുകൾ കണ്ടെത്തുക എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏതൊക്കെ ടൈമിലാണ് ട്രെയിൻ, അത് ഏതൊക്കെ ദിവസങ്ങളിൽ ഓടും. ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള മൊത്തം ട്രെയിനുകളും ദിവസേന ഓടുന്നു എന്നാണ്. നമ്മൾ ടൈപ്പ് ചെയ്ത 2 ജംഗ്ഷൻ്റെ അടുത്തായിട്ട് 2 ആരോ മാർക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്റ്റേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവുന്നത് കാണാം. പിന്നെ അതിന് താഴെ മുംബൈ ലിമിറ്റഡ് എന്ന് ഓൾറെഡി ടൈപ്പ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ട്രെയിനിൻ്റെ നമ്പറോ ട്രെയിനിൻ്റെ പേരോ ഇവിടെ ടൈപ്പ് ചെയ്യണം. ഇപ്പോൾ ഞാനിവിടെ 22114 എന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട്. മുംബൈ ലിമിറ്റഡ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് എന്നാണ് ട്രെയിനിൻ്റെ നെയിം. അപ്പോൾ ആ ട്രെയിൻ കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെട്ട് ലാസ്റ്റ് ജംഗ്ഷൻ മുംബൈ ലോക്മാന്യ തിലക് എന്നാണ്. അതിനിടയിൽ അത് എത്ര ടൈം ഡിലേ, എത്ര ടൈമിലാണ് ഇത് എത്തിയത് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം അവിടെ കാണാം. അത് എത്താമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരിക എന്ന് നമുക്ക് കാണാം. അത് ഏതൊക്കെ സ്റ്റേഷൻസ് സ്കിപ്പ് ചെയ്തുകൊണ്ടാണ് ഓടുന്നത് എന്ന് കാണാം. പിന്നെ വലത് ഭാഗത്ത് താഴെ ഒരു ആരോ മാർക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ട്രെയിനിനകത്താണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ കാണാം. അത് ഓപ്പൺ ചെയ്താൽ നമ്മൾ നേരത്തെ ഉണ്ടായ ആ ട്രെയിനിൻ്റെ ചിഹ്നം ഇപ്പോൾ ഒരു മനുഷ്യ ചിഹ്നമായിട്ട് മാറിയിട്ടുണ്ടാവും. അത് വീണ്ടും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരു GPS എന്നുണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ ഇടത് ഭാഗത്ത് താഴെ ഒരു 0 എന്ന് കാണാം. അത് നമ്മൾ ട്രെയിനിൻ്റെ കിലോമീറ്റർ മണിക്കൂർ എത്ര ഇതിലാണ് സഞ്ചരിക്കുന്നത് എന്ന് നമുക്കത് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ ഇക്സിഗോ ട്രെയിൻ ആപ്പിൽ പറഞ്ഞതുപോലെ സീറ്റ് പൊസിഷൻസ് കാണാം. അതുപോലെ നമുക്ക് മുന്നറിയിപ്പ്, ചില ട്രെയിനുകളിൽ കോച്ചിൻ്റെ സ്ഥാനം കൃത്യമാവുന്നതല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇൻഫർമേഷൻ അവിടെ തരും. അത് നമ്മൾ വായിക്കണം കേട്ടോ. ആ സീറ്റിൻ്റെ ഇടത് ഭാഗത്ത് ഒരു അലാം ചിഹ്നം കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അലാം സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ട്രെയിനിനകത്തല്ലാത്തത് കൊണ്ട് അത് ട്രെയിൻ ഓട്ടോമാറ്റിക്കലി അത് മാറിയിട്ടുണ്ട്. പിന്നെ നമുക്ക് അലാം സെറ്റ് ചെയ്യാം, എത്ര മണിക്കൂർ ഇടവിട്ട് അടിക്കണം എന്നുള്ളത്. അതിന് താഴെ ഏതൊക്കെ സ്റ്റേഷൻസ് എത്തുമ്പോഴാണ് അടിക്കേണ്ടത് എന്നുണ്ടാവും. പിന്നെ ഒരു മുന്നറിയിപ്പ് ഉണ്ടാവും, നിങ്ങൾ ട്രെയിനിനകത്താണെങ്കിൽ മാത്രമേ ലൊക്കേഷൻ അലാം പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ റദ്ദാക്കുക എന്നാണ്, കാരണം ഞാനിപ്പോൾ ട്രെയിനിനകത്തല്ല. സീറ്റിൻ്റെ വലത് ഭാഗത്ത് ഒരു 3 ഡോട്ട് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. അതുപോലെ ഒരു ഉപകാരമാകുന്നൊരു ആപ്പാണിത്. അതിന് താഴെ നമുക്ക് സ്റ്റേഷൻ്റെ പേര്, നമ്മൾ കൊച്ചുവേലി കളിക്കുന്ന സമയത്ത് കൊച്ചുവേലിയിൽ നിന്ന് എങ്ങോട്ടൊക്കെ ട്രെയിൻ ഉണ്ട് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം കാണാം. പിന്നെ ഏറ്റവും അടിയിൽ ടിക്കറ്റുകളൊന്നുണ്ടാവും. ഈ ടിക്കറ്റ് എടുക്കുന്ന ആപ്പിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു ആപ്പും കൂടെ ഞാൻ പരിചയപ്പെടുത്താവുന്നതാണ്. നമുക്ക് അക്ഷയ സെൻറ്ററിലോ അതുപോലെ ട്രാവൽസിലോ ഒന്നും പോകാതെ തന്നെ നമുക്ക് ഈ ഒരു ആപ്പും അതുപോലെ തന്നെ IRCTC റെയിൽ കണക്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പും വഴി നമുക്ക് മൊബൈൽ ഫോണും അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ പേ, ഫോൺ പേ, Paytm അതുപോലത്തെ ആപ്പ് വെച്ചിട്ട് നമുക്കിതിലോട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് വേണമെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ആപ്പ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. ഇതാണ് നമുക്ക് വേണ്ട RACൻ്റെ
കാണാം. അതുപോലെ തന്നെ ആ സീറ്റിൻ്റെ റൈറ്റ് നമുക്ക് കാണാം. അപ്പോൾ അത് വേണമെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യട്ടോ. അതിന് താഴെ നമുക്ക് പേ ചെയ്യാം എല്ലാവരും. ഇപ്പോൾ ഈ മൊബൈലിലുള്ളത് ഗൂഗിൾ പേ ആണ്, അതുകൊണ്ട് ആ ആപ്പ് ഓപ്പണായി. പിന്നെ ഇതിൻ്റെ ഇടതുവശത്ത് നമുക്കൊരു PNR കാണാം. ഇപ്പോൾ നമ്മുടെ ഫുൾ 0 അടിക്കുന്ന സമയത്ത് ആ ഒരു നമ്പറിൽ PNR ഉണ്ട് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോം വന്നത്. ഇത് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ടിക്കറ്റ് ക്യാൻസലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതും നമ്മൾ കമൻറ്റ് ചെയ്താൽ ആ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യും.